എല്ലാവരും എല്ലാ സ്പീച്ചിലും പറയുന്ന പോലെ സന്തോഷമായിരിക്കുക. ഈ പേടി കൊണ്ടാണ് ഈ അഹങ്കാരവും ഇതെല്ലാം തന്നെ. നമ്മളെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ തന്നെയാണ് എന്നുള്ളൊരു അഹങ്കാരം. അത് പേടിയാണ്. യഥാർത്ഥത്തിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഒരു പേടിയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും വലിയ VIP, ഏറ്റവും വലിയ VVIP, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് വെച്ചോ, ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റാണെന്ന് വെച്ചോ, എൻ്റെ കൂടെ നടക്കുക. എൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് അവിടെ ഇരുന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയാലോ, ഇല്ല ചീത്ത വിളിച്ചാലോ, ഇല്ല നിന്നെ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് അവരോട് വഴക്കിടാൻ തോന്നുവാ? ഇല്ല, തോന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ അത്രയും ശക്തിയുള്ള ഒരാളുണ്ട്, പുള്ളി നോക്കിക്കോളും. വിട്, ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഈ ഒരു അവബോധം നമുക്ക് വേണം. എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇരിക്കുകയാണ്. ആ ദൈവത്തിന് ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കരുത്. നമ്മൾ വലിയ അഹങ്കാരം കാണിക്കുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്ന വലിയ ആൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചീത്ത വിളിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അവർക്ക് എന്ത് തോന്നും? എൻ്റെ കൂടെ ഇത്രയും വലിയ ആളുള്ളപ്പോൾ ഈ ചെറിയ ചെറിയ ആൾക്കാരായിട്ടാണ് വഴക്കിന് പോകുന്നത്. ഇല്ല ദേഷ്യപ്പെടണ, സങ്കടപ്പെടണ, ഈ അഹങ്കരിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന്. അത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു അവബോധം മതി. എൻ്റെ ദൈവമുണ്ട്, ഞാൻ ഇങ്ങനെ കൈയും പിടിച്ച് നടന്നാൽ മാത്രം മതി. ഞാൻ ഒന്നും ഈ പ്രശ്നത്തിൽ പോകണ്ട. പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? പ്രൈസ് ദി ലോർഡ്. ആ ഒരു അവബോധം ആദ്യം വേണം. ഒന്നിനും പ്രശ്നം ഉണ്ടാക്കരുത്. എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാത്താൻ, പിശാച് ഇതിനെല്ലാം ക്ലെയിം ചെയ്യും, അവകാശവാദം ഉന്നയിക്കും. നിങ്ങൾ അഹങ്കരിക്കുമ്പോൾ, സാത്താൻ അഹങ്കരിച്ചിട്ടാണല്ലോ ദൈവത്തിരുന്ന് അകന്നു പോയത്. അപ്പം അഹങ്കരിക്കുമ്പോൾ സാത്താൻ അവകാശവാദം ഉന്നയിക്കും. ഇത് ജൂഡ് അതിൽ ഒരു അധ്യായമുള്ള 9-ാമത്തെ വചനം നോക്കുമ്പോൾ അറിയാം. മോശയുടെ മൃതശരീരത്തിൽ സാത്താൻ അവകാശവാദം ഉന്നയിച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ പാപം ചെയ്യുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ ഒരു അവബോധം വേണം. ഞാൻ ദൈവ സാന്നിധ്യത്തിലിരുന്ന് എൻ്റെ അധികാരം സാത്താൻ്റെ കയ്യിലായി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പത്തന്നെ അനുദപിച്ചോളണം. അതിൻ്റെ പ്രോസസ്സാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു സർക്കിളാണ് നിൽക്കുന്നത്. നമ്മൾ എളിമപ്പെടാതിരിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പ്രലോഭനം സാത്താൻ നമുക്ക് കുറേ തരും. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം കാണുകയുണ്ടായി. അതിൽ ഒരാൾ, ഒരു TV പ്രോഗ്രാമാണ്, അവർ ലൈവായിട്ട് പെട്ടെന്ന് പോയിട്ട് അവർ പറയുന്നത് തന്നെ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉത്തരം തരരുത്, മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ജയിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാത്താനും നമ്മൾ ഔട്ടാക്കാൻ നിൽക്കുക. ഇനി ദൈവത്തിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. ആ മാധ്യത്തിലിരുന്ന് സാത്താൻ്റെ മാധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിന്നെക്കൊണ്ട് പാവം ചെയ്യിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് മിണ്ടരുത്. സാത്താൻ വന്നിട്ട് പ്രലോഭനം തരും. അത് ആര് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളെ ഭർത്താവ് മദ്യവെച്ചിട്ട് വരും. അത്രയും നേരം പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലി വീട്ടിൽ കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിരിക്കും.
അവിടെ ഒന്ന് ഒച്ചയെടുക്കുമ്പോഴത്തേക്കും തിരിച്ച് സംസാരിക്കും. പോയി. പ്രൈസ് ദി ലോർഡ്. ഔട്ട്. ഒരാളെ അവമാനിക്കും. വീട്ടിൻ്റെ അടുത്തുള്ളവരോ ജോലിക്ക് പോകുമ്പോൾ കൂടെ ഉള്ളവർ എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ അടുത്തുള്ളവർ വന്നിട്ട് പറയും, എടി നിന്നെക്കുറിച്ച് ഇത് മോശമായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടാ. അപ്പം തീർന്ന് ഔട്ട്. മിണ്ടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയേ ഉള്ളൂ, അവൾ എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. തീർന്ന് ഔട്ടായി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മിണ്ടരുത്. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു ഉത്കണ്ഠ വന്നു കഴിയുമ്പോൾ, ഇത് മിണ്ടിപ്പിക്കാനാണ്, വിശ്വാസത്തിനെതിരെ സംസാരിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ ഉത്കണ്ഠപ്പെട്ട് പിറുപിറുക്കുമ്പോൾ പോയി, ഔട്ടായി. ഒരു കാരണവശാലും മിണ്ടരുത്. അത് ശ്രദ്ധിക്കണം. മിണ്ടരുതെന്ന് പറഞ്ഞാൽ പ്രതികരിക്കരുത്, പ്രതികരിക്കാതെ ഇരിക്കുക. അത് മത്തായി 5:11 ഈശോ നമ്മളോട് പറയുക, നിങ്ങൾ ജനങ്ങളെ അവമാനിക്കുമ്പോഴും അവമാനപ്പെടുത്തുമ്പോഴും നിങ്ങളെക്കുറിച്ച് നുണയായിട്ട് ഇല്ലാത്തതെല്ലാം പറയുമ്പോഴും നിങ്ങൾ മിണ്ടാതിരിക്കുക, സന്തോഷിക്കുക എന്ന്, പ്രതികരിക്കരുത്. ഇതൊക്കെ ഒരു പ്രലോഭനമാണ്. അപ്പോൾ ഇത് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ, സാത്താൻ്റെ പ്രലോഭനത്തിലിരുന്ന് നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ അതിന് എളിമപ്പെടലാണെന്നാണ് പറയുന്നത്. പ്രലോഭനം എന്താ? ദൈവവചനം പാലിക്കാതെ ഇരിക്കാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് പ്രലോഭനം. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിരിക്കുക, ഞാൻ അതിനെ പോയി പ്രതികരിച്ചില്ലെങ്കിൽ അത് സത്യമായിട്ട് തന്നെ ആൾക്കാരെല്ലാം വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാളെക്കുറിച്ച് ഞാൻ ഒരു കുറ്റം പറയണം, വിധിക്കണം, അത് പാവമാണ്, ദൈവവചനത്തിന് എതിരെയാണ്. അപ്പോൾ പ്രലോഭനമെന്ന് പറയണത് ദൈവവചനം പാലിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ പേരാണ് പ്രലോഭനം. പ്രൈസ് ദി ലോർഡ്. മിണ്ടരുത്, ഔട്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും മിണ്ടിപ്പോകരുത്. ആ ഒരു അവബോധം നിങ്ങൾക്ക് വേണം. സ്വന്തം അമ്മയോടായാലും വഴക്കിടുന്നതെല്ലാം നമുക്കിഷ്ടപ്പെടാത്തതൊക്കെ അമ്മ ചെയ്യും. ഈ പെൺമക്കൾക്കുള്ള പ്രശ്നം ഇതാ. എന്നിട്ട് പ്രലോഭനത്തിൽ ഔട്ടായി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് പരാതിയാണ്, അത് ദൈവം കേട്ടില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്ക് ഉത്തരം ലഭിച്ചില്ല, കുറേ ദിവസമായി. ഇതൊക്കെയാണ് പ്രശ്നം. നിങ്ങൾ ഔട്ടായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അനുദപിക്കണം. ഔട്ടായാൽ കുഴപ്പമില്ല, ഔട്ടാകുമ്പോൾ തന്നെ അനുദപിച്ച് അടുത്ത പ്രാവശ്യം ചെയ്യരുത്. അത് ശ്രദ്ധിക്കണം. അത് പലവരും ശ്രദ്ധിക്കാറില്ല. ഉടമ്പടിയൊക്കെ അമ്മ എടുക്കും, പക്ഷേ ഈ ഔട്ടാകരുത്. അമ്മയുടെ കൂടെ നിൽക്കണം, ദൈവ സാന്നിധ്യത്തിലുണ്ടാകണം. ഭർത്താവിനോടായാലും ഭാര്യയോടായാലും മദ്യവെച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലേ, ജപമാലയില്ലേ. പ്രൈസ് ദി ലോർഡ്. മക്കൾ ഫോണിൽ അടിമയായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലേ, ജപമാലയില്ലേ, അവർക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ 4 പേരാണെങ്കിൽ 3 പേര് പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമില്ലാത്തില്ല. അത് നിങ്ങളുണ്ടല്ലോ വിശ്വാസത്തിൽ, 4 കൊന്ത ചൊല്ലിയാൽ മതി, അവർക്കും കൂടി ചേർത്ത് നിങ്ങൾ ചൊല്ലിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അവർ ഞാൻ ഉറപ്പ് എഴുതി വെച്ചോ, കുറേ കഴിയുമ്പോൾ അവർ വന്ന് അവിടെ പ്രാർത്ഥനയിൽ ഇരുന്നിരിക്കും. ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അവർ 3 പേരും ഇല്ലാത്തപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എന്തായാലും എൻ്റെ കടമ തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ജപമാലയും ചൊല്ലി അത് വെറുപ്പോടെ ചൊല്ലുകയും ചെയ്യും. എന്ത് നശിഞ്ഞ പിള്ളേരാണ്, എന്താ എൻ്റെ ജീവിതം നശിഞ്ഞ് കിടക്കണം എന്ന് ഒരു 2 വാക്കും പറയാം, ഔട്ടായി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഔട്ടായി. നിങ്ങൾ ഒന്നും മിണ്ടരുത്, പ്രാർത്ഥിച്ചാൽ മതി.
ഇത്രയും വലിയ ആയുധമല്ല ദൈവം തന്നിരിക്കണ ജപമാലയിലെ കയ്യിൽ. ഏത് കാര്യത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കരുത്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കും ബുദ്ധിമുട്ടാണ് അതൊക്കെ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതൊക്കെ ശ്രമിക്കണം. നമ്മൾ കുറച്ചായിട്ട് ശ്രമിച്ച് അതിലേക്ക് പോകണം. ഈ ഒരു അവബോധം മതി. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും അത് മിണ്ടാതെ ഇരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പുറപ്പാട് 14:14 നിന്നോട് ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തി, അത് പ്രലോഭനമാണ്. നീ തിരിച്ചെന്തെങ്കിലും പറയണം, തിരിച്ച് പ്രവർത്തിക്കണം. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ മിണ്ടരുത്. നിനക്ക് വേണ്ടി ദൈവം മുമ്പിൽ കയറി നിൽക്കും. നീ ചെയ്യേണ്ട യുദ്ധം നീ ചെയ്യേണ്ട, നിന്നെക്കൊണ്ട് സാധിക്കില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിനക്ക് വേണ്ടി ദൈവം നിൻ്റെ മുമ്പിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് മിണ്ടാതിരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 5 നിന്നെ 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ നീ 2 മൈൽ നടന്നോ, പ്രതികരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അതേപോലെ നിൻ്റെ അങ്കി ആരെങ്കിലും ചോദിച്ചാൽ മേലങ്കിയും കൂടി എടുത്തു കൊടുത്തേക്ക്, പ്രതികരിക്കാൻ പോകണ്ട, ഔട്ടായി പോവും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് എളിമപ്പെടുന്നത്. എന്താണ്? ദൈവവചനം അതേപോലെ പാലിക്കുന്നതാണ്, അത് വിശ്വസിക്കുന്നതാണ്, അത് നടപ്പിലാകട്ടെ എന്ന് പറയുന്നതാണ്, അത് നടത്താൻ നമ്മൾ ശ്രമിക്കുന്നതാണ് എളിമപ്പെടുന്നത്. അത് അമ്മ മാതാവ് ലൂക്ക 1:38 അതാണ് പറഞ്ഞത്. ഇതാ നിൻ്റെ ദാസി, അവിടെ നിന്ന് പറഞ്ഞ പോലെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അവിടുത്തെ തിരുമനസ്സ് നടപ്പിലാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എളിമപ്പെടൽ ഈശോ പറഞ്ഞ എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ മറന്ന് എൻ്റെ പുറയിൽ നടക്കുക, കുരിശെടുത്ത് നടക്കുക. നിന്നെ മറന്ന്, നമ്മളെ തന്നെ മറക്കുന്നതിൻ്റെ പേരാണ് എളിമപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്ത് സംഭവിക്കും, എനിക്കെന്താ ഉള്ളത്, എന്നെ ആരാ സ്നേഹിക്കുന്നത്, എന്നോടെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്, അതൊന്നും ശ്രദ്ധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ താല്പര്യത്തിൽ ശ്രദ്ധിക്കുക, നിന്നെ മറക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:4 നിൻ്റെ താല്പര്യമില്ല, മറ്റുള്ളവരുടെ താല്പര്യമാണ് നോക്കേണ്ടത്. അവർ ചിലപ്പോൾ നിനക്കിഷ്ടമില്ലാത്ത കാര്യമാണ് പറയണം. ചെറിയ കാര്യം, കാലത്തെ ഭക്ഷണം, നിനക്ക് താല്പര്യമുള്ളത് ഇഡ്ഡലി ആയിരിക്കും, അമ്മ വയ്ക്കുന്ന പുട്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രശ്നമായി. സാത്താൻ അതൊക്കെ ഒരു പ്രലോഭനമാണ്. ഔട്ടായി. ഞാൻ ഭക്ഷണം കഴിക്കില്ല, പോവും. പ്രൈസ് ദി ലോർഡ്. തീർന്ന് ഔട്ടായി. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയാണ് OETക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി കൊടുക്കാൻ പോകുന്നത്. എവിടെ എത്ര മാർക്ക്, അതിൽ തന്നെ ഫെയിലായല്ലോ. പിന്നെ ഇവിടെ വന്ന് എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ആ എക്സാമിൽ ഫെയിലായിട്ട് ഇവിടെ വന്ന് OETയുടെ എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം ശ്രമിക്കുക, അത് പാസ്സാകാൻ ശ്രമിക്കുക. മിണ്ടരുത്, ഒരു കാരണവശാലും മിണ്ടിപ്പോരുത്. നിന്നെ ഔട്ടാക്കാൻ വേണ്ടി സാത്താൻ നിൽക്കുക. ഹല്ലേലൂയ. അത് പല രീതിയിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. പല രീതിയിൽ പ്രലോഭനം തരും. നീ മിണ്ടിപ്പോകരുത്, അതിന് പ്രതികരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രതികരിക്കണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ജപമാല ചൊല്ലിയാണ് പ്രതികരിക്കേണ്ടത്. ഇല്ലാതെ അങ്ങോട്ട് വേണ്ടി ഞാൻ ഇപ്പം സംസാരിച്ച് കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പം ഞാൻ ഇത് ചോദിച്ചില്ലെങ്കിൽ നാളെ എൻ്റെ തലയിൽ കയറും. ഇന്ന് ഞാൻ ഭർത്താവിനോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ മൊത്തം കുടുംബം നശിപ്പിക്കും. അങ്ങനെ പറഞ്ഞവർ എന്നോട് ചോദിക്കാറുണ്ട്, എത്ര കൊല്ലമായി ചേച്ചി ഈ ഒച്ചയും എടുത്ത് ബഹളം വെച്ച് വഴക്കിട്ട്?
10 കൊല്ലമായി എന്ന് പറയും. 10 കൊല്ലം മുമ്പ് മദ്യപിച്ചതിനേക്കാളും ഇച്ചിരിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിന്നെന്ത് കാര്യം? എന്നാൽ 10 കൊല്ലത്തിൽ എത്ര ജപമാല ചൊല്ലി? ഈ കാര്യത്തിന് ചൊല്ലിയിട്ടുണ്ടാവില്ല. ചൊല്ലാറുണ്ട്, അത് എല്ലാ പ്രാർത്ഥനയോടും ഓടുന്നു. അതിന് നിങ്ങൾ ഔട്ടായിട്ട് ജപമാല ചൊല്ലിയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. മക്കൾ അടിമത്തനമാണ്, ഇത് മറ്റേ മൊബൈലും വെച്ച് യൂസ് ചെയ്യുകയാണ്, നിങ്ങളെ അനുസരിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. ജപമാലയുണ്ട്, അതിലാണ് പ്രതികരിക്കേണ്ടിയില്ല. ഒച്ചയെടുത്ത് വേളം വെച്ച് പെരുവിറുത്ത് ചീത്ത വിളിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് ദൈവം നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനെതിരെ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് നന്ദി പറഞ്ഞ് ഏൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം തെളിഞ്ഞു വരും ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് നിങ്ങളുടെ ജീവിതത്തേക്കുള്ളതെന്ന്. ദൈവത്തിന് പദ്ധതിയുണ്ട്, അത് നമ്മൾ തടസ്സപ്പെടുത്തി വെച്ചിരിക്കാമോ? എന്താ? ഒരു മതിൽ കെട്ടി വെച്ചിരിക്കുക. എൻ്റെ ആഗ്രഹം, എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ ഒരു മതിൽ വെച്ചിരിക്കുക. ആ മതിലിലേക്ക് അങ്ങോട്ട് കടന്നു വരാൻ നമ്മൾ സമ്മതിക്കാറില്ല ദൈവത്തിൻ്റെ പദ്ധതിയെ. ആ മതിൽ ഒടിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അത് ജെറമ്യാ 29:11. അത് നിൻ്റെ നന്മയ്ക്കായിരിക്കും, നിൻ്റെ നാശത്തിന് ഒരിക്കലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എളിമപ്പെടേണ്ടിയത് യെശയ്യാ 66:2 നീ അനുദപിച്ചും ദൈവവചനം പാലിച്ചോ ആണ് എളിമപ്പെടേണ്ടത്. അതാണ് ദൈവത്തിന് ഇഷ്ടം. ദിവസവും ഒരു സ്ലിപ്പ് കയ്യിൽ വയ്ക്കുക, ഒരു പേപ്പർ കയ്യിൽ വയ്ക്കുക. ഞാൻ എത്ര പ്രാവശ്യം ഔട്ടായി എന്നുള്ളത് അപ്പപ്പോൾ കുറിച്ച് വയ്ക്കുക. ഇങ്ങനെ 1 മാസത്തേക്ക് ചെയ്യും. നിങ്ങൾക്ക് പിന്നത്തെ കാര്യം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ചെയ്യാം. ഒരു ചെറിയ സ്ലിപ്പ് ഇതുപോലെ ഒരു സ്ലിപ്പാക്കുക. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ ഒരു നീളത്തിന് ചെറുതായിട്ടൊരു സ്ലിപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായാൽ മതി. അത് വലിയ വാക്കിലൊന്നും എഴുതേണ്ട. അത് ഒന്ന് ഇന്ന് ഇപ്പോൾ ഈ കാര്യത്തിൽ ഔട്ടായി, 2ാമത് ഔട്ടായി, 3ാമത് ഞാൻ പ്രലോഭനത്തിൽ പെട്ടുപോയി, ഇതിൽ പെട്ട് എന്നിട്ട് അന്ന് നൈറ്റ് ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ഉറങ്ങണതിന് മുമ്പ് ഇതെല്ലാം ചൊല്ലി അനുദപിക്കുക. തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ സ്ലിപ്പ് സൂക്ഷിച്ച് വെക്കണം അവിടെ. അടുത്ത ദിവസം സ്ലിപ്പ് എഴുതണം. ഒന്നുപോലും വിട്ടുപോകരുത്. അത് ഒന്ന് ശ്രമിക്കുക. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. 1 മാസത്തേക്ക് നോക്ക്. എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി കുമ്പസാരിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അടുത്ത ദിവസം ഇതുപോലെ എഴുതുക. അടുത്ത ദിവസം ഇതിനേക്കാളും ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും, വിഷമിക്കേണ്ടാകും. എന്നിട്ട് അത് അനുദപിക്കുക. 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് 14 പേപ്പർ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് നോക്കണം. അപ്പോൾ ഒരു 5-8 മണിക്കൂർ വേണ്ടി വരും സംസാരിക്കാൻ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ദിവസം ചെയ്യുന്ന കോമൺ 1 അതൊക്കെ ഒരു സ്ലിപ്പിൽ എഴുതുക കോമൺ ആയിട്ട്. അങ്ങനെ എത്ര വന്നിട്ടുണ്ടോ ഇത്രയും ദിവസം ഈ കാര്യങ്ങൾ ഞാൻ ഈ പാവത്തിൽ ഞാൻ വീണ് പോയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. കൂട്ടത്തിൽ ദൈവം നിങ്ങളെ തനിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എളിമപ്പെടുന്ന രീതി. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ഏറ്റു പറയുന്നതാ. അതാണ് എളിമപ്പെടൽ. ഞാൻ ചെയ്യുന്ന തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് എളിമപ്പെടുന്നത്. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു അവബോധമാണ് എളിമപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയണതൊക്കെ മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ പറയണ ഇതിൽ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കാര്യം എടുത്ത് വെച്ച് ആദ്യത്തെ ഒറ്റ പോയിൻ്റ് മിണ്ടാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക, എന്നിട്ട് ഔട്ടാകാതെ നോക്കുക. ഇത് നിൻ്റെ യുദ്ധം. എഫേസ്യർ 6:12 നിൻ്റെ പ്രിയപ്പെട്ടവരോടായിരിക്കരുത്, സാത്താനോടായിരിക്കണം. നിന്നെ പ്രലോഭിപ്പിക്കുന്നത് നിൻ്റെ മക്കളാകാം, ഭർത്താവാകാം,
അമ്മയാകാം, അച്ഛനാകാം, അയൽക്കാരാകാം, കൂട്ടുകാരാകാം, റൂട്ടിൽ പോകുന്നവരാകാം. അവരൊന്നുമില്ല, അവരോടായിരിക്കരുത് യുദ്ധം. അവരെ സ്നേഹിക്കണം. ഇത് ചെയ്യിപ്പിക്കുന്നത് സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ 6:12 എടുത്ത് വായിക്കണം അത്. അപ്പോൾ ഇത് സാത്താൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ഉപകരണമാക്കി നിങ്ങളെ പ്രലോഭിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ പാവത്തിൽ വീഴും. എന്നിട്ട് അവരോട് വെറുപ്പുണ്ടാക്കി നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയും. അപ്പോൾ അവരോട് ഒരിക്കലും നിങ്ങൾക്കൊരു സങ്കടം തോന്നാൻ പാടില്ല. അവരില്ല ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അത് ദൈവം അനുവദിച്ചു തന്നത് നിങ്ങളെ എളിമപ്പെടുത്തി ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിങ്ങളെ വന്ന് പ്രലോഭിക്കാൻ വരില്ല, നിങ്ങളെ അവമാനിക്കില്ല, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതൊന്നും പറയില്ല. അഥവാ അത് അവർ പറയണ്ടെങ്കിൽ അത് സാത്താൻ പറയിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചും കൊടുക്കുന്നതാണ്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നിന്നെ എളിമപ്പെടുത്തി ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്.